മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പും അതിൻ്റെ പരിണത ഫലവും. ദ ചോയ്സ് ഓഫ് മാൻ ആൻഡ് ദ ഔട്ട്കം ഓഫ് ദാറ്റ് ചോയ്സ്. നാം ചിന്തിച്ചതാണ്, അനുബന്ധമാണിത്. നമുക്ക് തിരഞ്ഞെടുപ്പാനേ അധികാരമുള്ളൂ, എന്നാൽ അതിൻ്റെ ഔട്ട്കം തിരഞ്ഞെടുപ്പാൻ നമുക്ക് അധികാരമില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് വെടിവെക്കാം, അത് നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ വൺസ് വെടിവെക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം ദൈവമാണ് നിയന്ത്രിക്കുന്നത്, നിങ്ങളല്ല നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പം ചോയ്സിന് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. വൺസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നത്, അതെന്തായി തീരണമെന്നത് ദൈവമാണ് ഗവേൺ ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൺട്രോളിലല്ല. കൺട്രോളിലല്ലാത്തത് ഓൾറെഡി നാം പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ കൊടുത്തതുകൊണ്ട് ദൈവം തന്നെ ലിമിറ്റ് ചെയ്യുന്നു. എന്നാൽ ലോകത്തിലെ സകല കാര്യങ്ങളെയും അവനാണ് ഗവേൺ ചെയ്യുന്നത്. അവൻ്റെ ഗവേണിങ്ങിൻ്റെ കീഴിലാണ് സകല സംഭവങ്ങളും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ തീരുമാനത്തിലെടുത്ത സംഭവങ്ങളുടെ പരിണത ഫലവും അവനാണ് ഗവേൺ ചെയ്യുന്നത്. ഔട്ട്കം എന്തായി തീരണം എന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ചോയ്സ് എന്തായിരിക്കണമെന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഒരു തോക്കെടുത്തു, അതിൻ്റെ കാഞ്ച് വലിച്ചു, അവിടെ വരെയുള്ള നിങ്ങൾക്ക്. ആ വെടിയുണ്ട എങ്ങോട്ട് പോകണമെന്നും ആരുടെ ദേഹത്ത് കൊള്ളണമെന്നും കൊണ്ടയാളെ മരിക്കണമെന്നും ഉള്ളത് ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഔട്ട്കവും നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ ദൈവത്തിന് ഒരു എറ്റേണൽ പ്ലാൻ ഇല്ല. സോവറിനായ ഒരു പ്ലാൻ ദൈവത്തിന് ഉണ്ടാകത്തില്ല. ദൈവത്തിനൊരു സോവറിൻ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ചാൻസാണ്. പിന്നെ മനുഷ്യന്റെ തീരുമാനവും തെരഞ്ഞെടുപ്പും ഇവയൊക്കെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെയാണ്. അപ്പോൾ ദൈവത്തിനൊരു സോവറിൻ പ്ലാൻ ഉണ്ട്. ആ സോവറിൻ പ്ലാനിലാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സോവറിൻ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ എന്താ സംഭവിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ദൈവം മനുഷ്യനെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത്? ആര് എന്ത് എവിടെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ഔട്ട്കം കർത്താവിൻ്റെ കൺട്രോളിലാണ് എന്നതുകൊണ്ട്. ഒരു ഉദാഹരണം, രണ്ടുദാഹരണം നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാ. ഇത് ഒരു അടിക്കുറിപ്പായിട്ട് പറയുന്നേ ഉള്ളൂ. യോസഫിന്റെ സഹോദരന്മാര് ചോയ്സ് അവരുടെയാണ്. അവരെന്താ തീരുമാനിച്ചത്? സങ്കട സഹോദരനെ ദ്രോഹിക്കുക, അവനെ നശിപ്പിക്കുക, അവനെ ഇല്ലാതാക്കുക. പക്ഷേ അതിന്റെ ഔട്ട്കം തീരുമാനിച്ചത് അവന്റെ സഹോദരന്മാരല്ല, കർത്താവാണ്. നിങ്ങളോ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവമോ അത് എനിക്ക് നന്മയ്ക്കായി. അപ്പം സഹോദരനെ കണറ്റിലിടാനും അവിടെ നിന്ന് കച്ചവടക്കാർക്ക് വിൽക്കാനും കഴിയുന്ന ചോയ്സ് വരെ സഹോദരന്മാരുടെ ലിമിറ്റ് ഉള്ളൂ. പിന്നെ നടക്കാൻ പോകുന്നതിന്റെ റിസൾട്ട് ദൈവത്തിന്റെ കൺട്രോളിലാണ്. എന്നാൽ ഔട്ട്കം ദൈവത്തിന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ പദ്ധതി ഇവിടെ നിറവേറത്തില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, യോസഫിന്റെ സഹോദരന്മാർ ചോയ്സ്, യോസഫിന്റെ ജീവിതത്തിലെ ഔട്ട്കം നന്മ. ഈ ലോകത്തിലെ എന്ത് വേണമെങ്കിലും ആലോചിക്കാം, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അതിന് ഒരു ലൈസൻസും വേണ്ട, എന്നാ വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ എന്തായിരിക്കണം അതിൻ്റെ പരിണത ഫലമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ച ഒരു പ്രോവസിലെ ആ വേദഭാഗം ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഒന്നുകൂടെ വായിക്കുകയാണ്. പ്രോവസ് 19 സദൃശവാക്യം 19:21. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും വിചാരിക്കാം, യഹോവയുടെ ആലോചന നിവൃത്തിയാവും. അപ്പോൾ വെടിവെക്കാൻ ഞാൻ തീരുമാനിക്കുന്നു,
എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. മനുഷ്യൻ എന്തും തീരുമാനിക്കാം. ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും ഭൂമിയിലുള്ള മനുഷ്യർക്കും ഏത് കാര്യവും തീരുമാനിക്കാം. അവർ പക്ഷെ തീരുമാനിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ തീരുമാനിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം. പക്ഷേ അതിന്റെ പരിണിത ഫലം 100% ദൈവത്തിന്റെ കൺട്രോളിലാണ്. മറ്റൊരു ഉദാഹരണം, നമ്മുടെ ചോയ്സ് അല്ല കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിന്റെ ഔട്ട്കമാണ് ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിയെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു. എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നതുകൊണ്ട് മറ്റൊരാള് മരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ കത്തിയെടുത്തു, ഞാൻ ഒരാളെ കുത്തി, കത്തിയെടുത്ത് കുത്തുക എന്ന എൻ്റെ ചോയ്സ് അയാളുടെ മരണമാകണമെന്ന് നിർബന്ധമില്ല. അയാൾ മരിക്കണമെന്നുള്ളത് ഞാനല്ല, എൻ്റെ ചോയ്സ് അല്ല തീരുമാനിക്കുന്നത്. അയാൾ മരിക്കണം എന്നുള്ളത് അതിൻ്റെ ഔട്ട്കം, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല. എനിക്ക് തീരുമാനിക്കാനേ പറ്റത്തുള്ളൂ, മരിക്കണോ വേണ്ടയോ. അയാളുടെ ഞാൻ കൊല്ലാനാ കുത്തിയത്, പക്ഷെ അയാൾ തെറ്റിയൊഴിഞ്ഞേക്കാം. ഒരുപക്ഷെ കൊണ്ടത് അയാളുടെ പുറത്തായിരിക്കാം, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തായിരിക്കത്തില്ല. ഒരുപക്ഷെ അയാൾക്ക് ഹെവിയായ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് തിരിച്ചു വന്നെന്നിരിക്കാം. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ കൺട്രോളിലല്ലല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് വേറൊരാൾ വന്ന് അയാളുടെ കത്തി പിടിച്ചു വാങ്ങിച്ചെന്നിരിക്കാം. സോ ചോയ്സ് വരെ നിങ്ങൾ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന ദൈവവചനം നമുക്ക് ഇത്രയും സുരക്ഷിതത്വം തരുന്നത്. തെരഞ്ഞെടുപ്പും അതിന്റെ പരിണിത ഫലവും രണ്ടും നമ്മളാ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഇത് മുഴുവനും ആടി ഉലയുന്ന ഒരു കപ്പലായി തീർന്നത്. അപ്പോൾ വളരെ ഗ്ലോറിയസ് ആയി ഇതിനെ മുഴുവനും തന്റെ ഉദ്ദേശത്തിനായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ ആലോചന എന്തും നടക്കട്ടെ, ചോയ്സ് എന്തും നടക്കട്ടെ, തെരഞ്ഞെടുപ്പ് എന്തും നടക്കട്ടെ, സഹോദരന്മാർ എന്നാ വേണേലും കാണിച്ചോട്ടെ ജോസഫിന്, പക്ഷെ ഔട്ട്കം ദൈവമായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. അവര് യേശുവിനെ ക്രൂശിക്കുക എന്നത് അവരുടെ ആലോചന, അത് അവർക്ക് വേണേ ആലോചിക്കാം. തുപ്പാം, അടിക്കാം, മുൾക്കിരീടം വെക്കാം, എല്ലാം അവർക്ക് വെക്കാം. പക്ഷേ അവര് ചിന്തിച്ചതല്ല ഔട്ട്കമായി വന്നത്. ഔട്ട്കം ദൈവമാണ് തീരുമാനിച്ചത്. നിങ്ങൾ ക്രൂശിച്ചവനായ ക്രിസ്തുവിനെ ദൈവമോ എല്ലാവർക്കും രക്ഷകനാക്കി തീർത്തു. സഹോദരന്മാര് ആഗ്രഹിച്ചത് അവന്റെ നാശം, ദൈവമോ അവന്റെ നന്മ. ഔട്ട്കം ആരാ തീരുമാനിച്ച? ദൈവം. ഇവർ ആഗ്രഹിച്ചത്, അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ തീരുമാനിച്ചത് യേശുവിന്റെ നാശം. പക്ഷേ യേശുവോ എല്ലാവർക്കും രക്ഷകനായി മാറി. അപ്പോൾ അവർ ഇന്റന്റ് ചെയ്തതല്ല ഔട്ട്കമായി വന്നത്. നിങ്ങൾക്ക് കൊല്ലാനേ അനുവാദമുള്ളൂ, യേശുവിനെ ക്രൂശിക്കാനേ അനുവാദമുള്ളൂ, നിങ്ങൾക്ക് എന്തും ആലോചിക്കാം. പക്ഷേ യഹോവയുടെ ആലോചന നിവൃത്തിയാവും. സങ്കീർത്തനം 33:11. സങ്കീർത്തനം 33:11. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവയുടെ ആലോചന. മനുഷ്യനെല്ലാം ആലോചിക്കും, പക്ഷേ യഹോവയുടെ ആലോചന ശാശ്വതമായി നിൽക്കത്തുള്ളൂ. അപ്പൊ യേശുവിനെ ക്രൂശിക്കണമെന്നുള്ള അവരുടെ ആലോചന ശാശ്വതമായി നിലനിൽക്കത്തില്ല, ഒരു ലിമിറ്റ് വരെ ഉണ്ട്. യഹോവയുടെ ആലോചന എന്താ? ശാശ്വതമായ ആലോചന എന്താ? യേശു ക്രിസ്തുവിന്റെ മരണം, അതിലൂടെ മാനവരാശിയുടെ രക്ഷ. ആ ശാശ്വതമായ ആലോചന നിലനിൽക്കും. മനുഷ്യന്റെ നിരൂപണങ്ങളോ നിഷ്ഫലമാകും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കാര്യം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിരൂപിക്കും, അതെനിക്ക് നടപ്പിൽ വരുത്താം. പക്ഷെ അത് ഏത് രീതിയിലാണ് വർക്കൗട്ട് ആകണം എന്നുള്ളത് ദൈവം തീരുമാനിക്കും. അവര് ഇന്റന്റ് ചെയ്ത്, അവര് മനസ്സിൽ കണ്ട കാര്യമല്ല യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. യോസഫിന്റെ സഹോദരന്മാരെ മനസ്സിൽ കണ്ട കാര്യമല്ല ആത്യന്തികമായ ഔട്ട്കമായി വന്നത്. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള വലിയ ഗ്യാരണ്ടി. സകലവും അവനാ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ യഹോവയുടെ ആലോചന ശാശ്വതമാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട, ഇതെല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു. മനുഷ്യർ ആലോചിക്കട്ടെ. മനുഷ്യർ ബോംബ് വെച്ചാലും, മനുഷ്യർ വെടിവെച്ചാലും, മനുഷ്യർ യുദ്ധത്തിന് മറുപടി കൂട്ടിയാലും അതിന്റെ ഔട്ട്കം ദൈവത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. അവന്റെ ആലോചന ശാശ്വത. അതുകൊണ്ടാണ് അതിന്റെ 10ാമത്തെ വാക്യത്തിൽ യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണം നിഷ്ഫലമാക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. 9ാമത്തെ വാക്യം. അപ്പോൾ
8-ാമത്തെ വാക്യത്തിൽ യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെ അവനെ ശങ്കിക്കട്ടെ. എന്തുകൊണ്ടാ? അവൻ കൽപ്പിച്ചതേ സംഭവിക്കത്തുള്ളൂ, സ്ഥാപിക്കപ്പെടത്തുള്ളൂ. അവൻ അരുളി ചെയ്ത് സംഭവിക്കത്തുള്ളൂ. അവൻ കൽപ്പിച്ചതേ സ്ഥാപിതമാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം. ഈ ജാതികൾ എന്ത് നിരൂപിച്ചാലും, അവർ എന്തെല്ലാം ആലോചന കഴിച്ചാലും, അവസാനം ശാശ്വതമായി വരുന്ന ദൈവത്തിന്റെ ആലോചനയാണ് എന്നതുകൊണ്ട് യു ഫിയർ യുവർ ഗോഡ്. നീ ഭയപ്പെടണം. നീ എന്തുകൊണ്ട് ഭയപ്പെടണം? മനുഷ്യൻ എന്ത് തീരുമാനിച്ചാലും അതിന്റെ ഔട്ട്കം നീ അല്ല നിയന്ത്രിക്കുന്നത് എന്നറിയുമ്പോഴാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നത്. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കി. എന്തുകൊണ്ടാണ്? ജാതികളുടെ ആലോചനയും വംശങ്ങളുടെ നിരൂപണങ്ങളും ദൈവം വ്യർത്ഥമാകും. നിങ്ങൾ പേടിക്കണ്ട. ഈ ലോകത്തെ ഏത് ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരായ കൂട്ടുകെട്ടുകളെയും ദൈവം വ്യർത്ഥമാക്കിക്കൊള്ളും. നമുക്കറിയാമല്ലോ, ഹാമാൻ മൊർദെഖായിക്കെതിരെ നിരൂപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചോയ്സ് ഉണ്ട്. പക്ഷേ അതിന്റെ ഔട്ട്കം, പരിണതഫലം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഭയങ്കരമായ സെക്യൂരിറ്റിയാണ് പ്രിയമുള്ളവരെ നമുക്കതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം തകിടം മറിയുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും. അതുകൊണ്ടാണ് നാം മറ്റൊരു ക്ലാസ്സിൽ ചിന്തിച്ചു, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന 10,000 ഫാക്റ്റുകൾക്ക് നടുവിൽ ദൈവത്തിന്റെ ട്രൂത്ത് ഇറങ്ങി വരുമ്പോൾ എല്ലാ ഫാക്റ്റുകളും ചെതറിയോടും. എല്ലാ ഫാക്റ്റും ചെതറിയോടും. ഈ മനുഷ്യരുടെ ആലോചനയും ദൈവത്തിന്റെ ആലോചനയും ഒന്നിച്ചു പോകുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യരുടെ ആലോചന വ്യർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ആലോചന വ്യർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നത്? അവരുടെ നിരൂപണവും ദൈവത്തിന്റെ നിരൂപണവും ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വഴിയല്ല നിങ്ങളുടെ വഴി, എന്റെ ആലോചനയല്ല നിങ്ങളുടെ ആലോചന. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴി നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നു. ഒരുമിച്ച് പോകുന്ന വഴിയാണെങ്കിൽ ഇത് തകർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യം ദൈവം തന്നെ അത് നിങ്ങളുടെ തന്നെയും വഴിയിൽ തന്നെ കൊണ്ടുപോകാൻ ദൈവം പദ്ധതി ഇട്ടേനെ. പക്ഷേ നിങ്ങളുടെ വഴിയും ദൈവത്തിന്റെ വഴിയും ഭയങ്കര ഡിഫറൻസ് ഉള്ളതായതുകൊണ്ട് ദൈവം പറയാ, എന്റെ പ്ലാനിനോട് ചേർന്ന് പോകുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഇല്ലാതാക്കും. ആത്യന്തികമായി അവന്റെ പ്ലാൻ തന്നെ നിറവേറും. ഹല്ലേലൂയ. അപ്പോൾ മാനവ ചരിത്രം, മനുഷ്യന്റെ ചരിത്രം, അതിലെ എല്ലാ ഇവന്റ്സും അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ഉദ്ദേശത്തെയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാം ഹ്യൂമൻ ഹിസ്റ്ററി, അതിലെ മുഴുവനും ഇവന്റ്സ് അൾട്ടിമേറ്റ്ലി ഒരു അണുവിട തട്ടാതെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാനിനെ സെർവ് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതെല്ലാം കണ്ട ശേഷം യോബ് പറയുന്നുണ്ട്. യോബ് തന്റെ പുസ്തകത്തിൽ പറയുന്ന ആ വാക്ക് ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എല്ലാം കഴിഞ്ഞ് യോബ് അവസാനം ദൈവത്തിന്റെ മുമ്പിൽ പറയുന്നൊരു വാക്കുണ്ട്, നിനക്ക് സകലവും കഴിയും, നിന്റെ ഉദ്ദേശമോ അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരിവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഹല്ലേലൂയ. യഹോവ തന്നു, യഹോവ എടുത്തു. തന്നവൻ എടുക്കാനുമുള്ള അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവൻ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു, ദൈവത്തിന് സകലവും കഴിയും, അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എന്നെ വേണമല്ലോ ആലോചിച്ചു, 100% അവന് ലൈസൻസാ. യഹോവയുടെ ആലോചന നിവൃത്തിയാകത്തുള്ളൂ. യഹോവയുടെ ആലോചന ശാശ്വതം, വംശങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ചോ, എന്റെ പുത്രനെ ക്രൂശിച്ചോ, നിങ്ങൾ അവന്റെ വസ്ത്രം കീറിക്കോ, നിങ്ങൾ അവനെ തുപ്പിക്കോ, നിങ്ങൾ അവനെ അടിച്ചോ, നിങ്ങൾക്ക് നിരൂപിക്കാവുന്നതൊക്കെ നിരൂപിച്ചോ. പക്ഷേ അതിന്റെ ഔട്ട്കം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രധാനമാണ്. ചോയ്സ് നിങ്ങളുടെ, ഔട്ട്കം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ. ദൈവം ക്ഷീണിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഏത് കാര്യവും ദൈവത്തെ ക്ഷീണിപ്പിക്കുന്നില്ല. നമ്മൾ ക്ലാസ് ചെയ്തപ്പോൾ, നമ്മൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച ഒരു കാര്യം യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ ക്ഷീണിക്കുന്നില്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾ ക്ഷീണിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ക്ഷീണിക്കുന്നില്ല. 40:27 എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുന്നു, നീ സംസാരിക്കുന്നു. അവർ ക്ഷീണിച്ചു പോയി. എന്റെ ന്യായം, എവിടെ ന്യായം, എവിടെ സത്യം, എവിടെ നീതി? അവർ ടയേർഡായിപ്പോയി. നമുക്കും അങ്ങനെയല്ലേ? ഇന്ന് വായിക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയും എവിടെ നീതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ട കാര്യങ്ങളെല്ലാം
ആ പിശാചിന്റെ പദ്ധതി പ്രകാരം പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, സഭകൾ അടച്ചുപൂട്ടുന്നു, ദൈവദാസന്മാർക്കെതിരെ ക്രൂരമായ പീഡനം, സുവിശേഷ വിരോധം, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ക്രൈമുകൾ. ഇതെല്ലാം കാണുമ്പോൾ നീതി, സത്യം, എവിടെ ദൈവത്തിന്റെ പ്രവൃത്തി? നാം ക്ഷീണിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. പേടിക്കണ്ട. അവൻ വംശങ്ങളുടെ ആലോചനയെ നിവൃത്തമാക്കിയിട്ട് തന്റെ ശാശ്വതമായ ആലോചന നിവർത്തിക്കും. അവൻ ക്ഷീണിക്കുന്നില്ല. ക്ഷീണിക്കണമെങ്കിൽ അവനാ ക്ഷീണിക്കണ്ടേ. അവൻ പുത്രനെ തന്നു, വചനം തന്നു, ഇതിനെ സൃഷ്ടിച്ചു, ശ്വാസം തന്നു. എന്നിട്ടും അവനോട് എതിർത്ത് നിന്ന് അവന്റെ പദ്ധതിക്ക് ഓപ്പോസിറ്റായി, അവന്റെ ഇഷ്ടത്തിന് ഓപ്പോസിറ്റായി ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ക്ഷീണിക്കേണ്ടത് അവനല്ലേ? പക്ഷെ ഉടമസ്ഥനായ അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. അത് നമ്മളെ എൻകറേജ് ചെയ്യട്ടെ. ദൈവം ക്ഷീണിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു ക്ഷീണിക്കണം? കാരണം നമ്മുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, അവന്റെ നീഡിന് വേണ്ടിയാണ് അവൻ ഇതിനെ സൃഷ്ടിച്ചത്. എനിക്ക് ദൈവമല്ല നീട്, ദൈവത്തിന് ഞാനാ നീട്. അതുകൊണ്ട് അവനാ പരിശ്രമിക്കുന്നത്, അവനാ ഓടുന്നത്, അവനാ അധ്വാനിക്കുന്നത്, അവനാ ചെലവഴിക്കുന്നത്, അവനാ വയല് വാങ്ങിക്കാൻ പൈസ മുടക്കുന്നത്. കാരണം അവിടെ ഒരു നിധി അവനുണ്ട്. അവനത് ചെയ്തോളും. അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. എന്നിട്ട് പറയാണ്, ഞാൻ ക്ഷീണിക്കാത്തത് കൊണ്ടും എന്റെ ബുദ്ധി അപ്രമേയമായതുകൊണ്ടും അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 10 എബ്രായർ 10, അവൻ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളവും തന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ഓൾറെഡി ചിന്തിച്ചതാ. അവൻ ഇരിക്കുകയാണ്. അവസാനത്തെ ശത്രുവും പാദപീഠമാകുവോളം അവൻ കാത്തിരിക്കുന്നു. ഇറ്റ് വിൽ ഹാപ്പൻ വൺ ഡേ. സൃഷ്ടി മുഴുവനും ഞെരുങ്ങുന്നു ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായിട്ട്. എന്നാൽ ഒരിക്കൽ ആ ട്രൂത്ത് വരും. എല്ലാ ഫാക്റ്റുകളും മാറിപ്പോവും, എല്ലാ ആലോചനകളും മാറിപ്പോവും, എല്ലാ വംശങ്ങളുടെ നിരൂപണങ്ങളും മാറും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ നാം കാത്തിരിക്കേണ്ടത്, നാം ഭയപ്പെടേണ്ടത് എന്താണെന്നറിയോ? കൽപ്പിക്കുമ്പോൾ തന്നെ സ്ഥാപിതമാക്കുന്ന, അരുളി ചെയ്യുമ്പോൾ തന്നെ അത് നടപ്പിൽ വരുത്താൻ കഴിയുന്ന ഒരുവൻ അവന്റെ ബുദ്ധിയുടെ ആ ബുദ്ധിയും ശക്തിയും, അവന് ബുദ്ധി മാത്രമല്ല അവൻ ശക്തിയുമുണ്ട്. ആ ബുദ്ധിയും ശക്തിയും എല്ലാത്തിൻ്റെ മുകളിലെ ഗവേൺ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഈ വലിയ ഉറപ്പിന് ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 3-10 വാക്യം, ദൈവത്തിൻ്റെ എല്ലാ പ്ലാനുകൾക്കും ഒരു എറ്റേണൽ പർപ്പസ് ഉണ്ട്. അനാദി നിർണയം. അനാദി നിർണയം. ദൈവം ഏത് കാര്യം ചെയ്താലും അനാദി നിർണയത്തിലേക്ക് അത് വന്നു ചേരുന്നു. ഇറ്റ് ഫിക്സ് ദർ. ഏത് കൊച്ചു കാര്യത്തിൻ്റെയും പരിണിത ഫലം അനാദി നിർണയം. ദൈവത്തിൻ്റെ എല്ലാ പർപ്പസിൻ്റെ അകത്ത് ഒരു എറ്റേണൽ സ്വഭാവമുണ്ട്. അനാദി നിർണയം. എല്ലാ ചെറിയ ചെറിയ കൈത്തോടുകളും വന്ന് സമുദ്രത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും, എല്ലാ ഇവന്റ്സുകളും, മാനവരാശിന്റെ ചരിത്രത്തിലെ എല്ലാ സംഭവ വികാസങ്ങളും, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, കാഞ്ചി വലിക്കുന്നിടം വരെയുള്ളൂ. വെടിയുണ്ട അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ കർത്താവാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് തൻ്റെ അനാദി നിർണയത്തിലേക്ക്, എറ്റേണൽ പർപ്പസിലേക്ക്. ഇവിടെ ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഗോഡ് സോവറിനിറ്റി, മെൻസ് റെസ്പോൺസിബിലിറ്റി എന്ന ഒരു ചിന്തയ്ക്ക് കീഴിൽ നാം ഇതൊക്കെ ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ പദ്ധതി മാറ്റാൻ പറ്റത്തില്ല ആർക്കും. അത് ഫിക്സ്ഡ് ആണ്. ആകപ്പാടെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് കൊണ്ട് അവൻ്റെ അൾട്ടിമേറ്റായ പ്ലാനിനെ സെർവ് ചെയ്യാൻ കഴിയും. അവൻ്റെ സോവറിൻ പ്ലാനാണ് മാസ്റ്റർ. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്കം അതിൻ്റെ സെർവൻ്റാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ അന്തസത്ത, ബൈബിളിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. ഇവിടെ മാത്രമേ ക്രിസ്തീയ സഭയും ഉപദേശങ്ങളും ദൈവമക്കളും അവരുടെ ജീവിതവും അവരുടെ പ്രത്യാശയും അടിസ്ഥാനപ്പെടുത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.